Hi friends, welcome to our channel Live Cycle. അപ്പോൾ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ വേട്ടക്കാരൻ്റെ രണ്ടാം ഊഴമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതാ വാഹനം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? 2025 ഹണ്ടർ ആണ് നമ്മുടെ കയ്യിൽ നിന്നിരിക്കുന്നത്. അതും ഈ വാഹനത്തിൻ്റെ കളർ എന്ന് പറയുന്നത് ലണ്ടൻ റെഡ് എന്ന് പറഞ്ഞൊരു കളറാണ് റോയൽ എൻഫീൽഡ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 2025 മോഡൽ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ടെക്നിക്കലിയും അതുപോലെ 3 പുതിയ കളർ സ്കീമുകളും ഈ ഹണ്ടർ എന്ന വാഹനത്തിൽ റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഹണ്ടർ എന്ന വാഹനത്തിൽ റോയൽ എൻഫീൽഡ് 2025 മോഡൽ അവതരിപ്പിച്ചപ്പോൾ കൊണ്ടുവന്നിരുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഈ 2025 മോഡൽ ഹണ്ടറിനെ അവതരിപ്പിച്ചപ്പോൾ റോയൽ എൻഫീൽഡ് ആദ്യം വരുത്തിയിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഹെഡ് ലാമ്പിലാണ്. നമ്മുടെ പ്രീവിയസ് മോഡലിൽ ഒരു ഹാലജൻ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്തിരുന്നതെങ്കിൽ ഇക്കുറി ഇതിലൊരു LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 2 വശങ്ങളായിട്ട് പൈലറ്റ് ലാമ്പ് പോലൊരു DRL യൂണിറ്റുകൾ കാണാൻ സാധിക്കും. നമ്മുടെ ഹിമാലയയിലും ഗറില്ലയിലൊക്കെ വന്നിരുന്ന ആ സെയിം LED ഹെഡ് ലാമ്പ് യൂണിറ്റുകൾ തന്നെയാണ് ഇപ്രാവശ്യം ഹണ്ടറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വശങ്ങളിലായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. അത് ഹാലജൻ തന്നെയാണ്. റോയൽ എൻഫീൽഡ് ഇക്കുറി ഹാലജൻ തന്നെയായിട്ടാണ് അതിനെ നിലനിർത്തിയിരിക്കുന്നത്. ഇനി ഏറ്റവും പുതിയ ഹണ്ടറിൻ്റെ സസ്പെൻഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രീവിയസ് മോഡലിൽ ഉണ്ടായിരുന്ന 41 mm ടെലസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ റബ്ബർ ബൂട്ട്സ് കൊടുത്ത് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് എസ്തെറ്റിക്കലി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ടയർ സൈസുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 110/70 17 ഇഞ്ചിൻ്റെ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു മൾട്ടി സ്പോക്ക് അലോവീലുകളാണ് റോയൽ എൻഫീൽഡ് ഹണ്ടറിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ബ്രേക്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് മോഡലിൽ ഉണ്ടായിരുന്ന ആ 300 mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊരു ഡ്യുവൽ പിസ്റ്റൺ കാലിപ്പേഴ്സ് ഉള്ള ഒരു ഫ്ലോട്ടിംഗ് കാലിപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഡ്യുവൽ ചാനൽ ABSൻ്റെ സപ്പോർട്ടും ഈ ഹണ്ടർ എന്ന വാഹനത്തിൽ റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ പ്രീവിയസ് മോഡലിലും ബെറ്റർ ബ്രേക്കിംഗ് തന്നെയായിരുന്നു. അപ്പോൾ ഈ മോഡലിൽ ബ്രേക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് പറയാം. ഇനി ഈ വാഹനത്തിൻ്റെ പുറകിലെ ടയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 140/70 17 ഇഞ്ചിൻ്റെ ടയറുകൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പുറകിലും മൾട്ടി സ്പോക്ക് ആയിട്ടുള്ള അലോവീലുകൾ തന്നെ റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറകിലെ ബ്രേക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് മോഡലിൽ ഉണ്ടായിരുന്ന ആ സെയിം 270 mm ഡിസ്ക് റോട്ടറുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലൊരു സിംഗിൾ പിസ്റ്റൺ കാലിപ്പേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റോയൽ എൻഫീൽഡ് ഈ 2025 ഹണ്ടറിൽ വരുത്തിയിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് കംഫർട്ടിൻ്റെ കാര്യത്തിലാണ്. നമ്മൾ പ്രീവിയസ് മോഡലിലെ ഹണ്ടറൊക്കെ ഓടിച്ചിരുന്നു പറഞ്ഞിരുന്നു ഇതൊരു ലോക്കൽ റോഡുകളിലൊക്കെ അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൊക്കെ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ നടുവിന് അടി കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്റ്റിഫർ സൈഡ് സസ്പെൻഷനാണ് റോയൽ എൻഫീൽഡ് പ്രീവിയസ് മോഡലിൽ കൊടുത്തിരുന്നത് നമ്മൾ അഭിപ്രായപ്പെട്ടിരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതിനൊരു മാറ്റമായിട്ട് റോയൽ എൻഫീൽഡ് ഒരു ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ളൊരു കംഫർട്ട് ലെവൽ കൂട്ടിയിട്ടുള്ളൊരു സസ്പെൻഷനാണ് ഇക്കുറി ഈ ഹണ്ടറിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇത്ര നേരം ഓടിച്ചതനുസരിച്ച് പഴയ മോഡലിനേക്കാളും നല്ല രീതിയിൽ കംഫർട്ട് തരുന്ന സസ്പെൻഷൻ തന്നെയാണ്. ഇനിയും നമുക്ക് കൂടുതൽ ദൂരങ്ങൾ ഓടിച്ച് നോക്കിയിട്ട് ലോങ് റൈഡിനും ഷോർട്ട് റൈഡിനും എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് കാര്യങ്ങൾ പറയാം. ഇനി ഹണ്ടറിൻ്റെ സൈഡ് വ്യൂയിലേക്ക് വരുമ്പോൾ അധികം വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രീവിയസ് ഹണ്ടറിൽ നിന്നും അധികം വ്യത്യാസങ്ങൾ ഈ ഷാസിയിലോ മറ്റു കാര്യങ്ങളൊന്നും വ്യത്യാസം വരുത്തിയില്ലെങ്കിലും ഒരു ചടങ്ങാകുമ്പോൾ നമുക്കെല്ലാം പറയാമല്ലേ. നമുക്കപ്പോൾ എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരാം. എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ പണ്ട് ഉപയോഗിച്ചിരുന്ന ആ 349cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിൻ തന്നെയാണ് ഇക്കുറിയും ഹണ്ടറിൽ വന്നിരിക്കുന്നത്. ഇവൻ്റെ പവറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 20.2 bhp പവർ 7100 RPM-ലും 27 Nm ടോർക്ക് 4000 RPM എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ RPM-ലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നല്ല ലോ എൻഡ് ടോർക്ക് തന്നെയാണ് ഈ എഞ്ചിനുള്ളത്. ഈ ലോ എൻഡ് ടോർക്കിൻ്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയിലൊക്കെ അധികം ഡൗൺ ഷിഫ്റ്റ് ചെയ്യാണ്ട് തന്നെ ഈ വാഹനത്തിന് എടുത്തുകൊണ്ട് പോകാമെന്നുള്ളതാണ്. നമ്മുടെ പ്രീവിയസ് മോഡലിൽ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നതാണ്. പിന്നെ എനിക്ക് ഹണ്ടറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ ഷോർട്ടായിട്ടുള്ള എക്സോസ്റ്റ് ആണ് കേട്ടോ. ഈ എക്സോസ്റ്റിൽ നിന്ന് വരുന്നുള്ള ആ സൗണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ നമ്മളെ ഭയങ്കരമായിട്ട് ത്രസിപ്പിക്കുന്ന സൗണ്ടാണ്. റോയൽ എൻഫീൽഡിൻ്റെ പഴയ ബുള്ളറ്റിലൊക്കെ പട്ടന്ന് പൊട്ടുന്ന സൗണ്ട് ഉണ്ടല്ലോ, അതിനെ മാറ്റിയിട്ട് അതായത് ആ സൗണ്ടിനെ ഇഷ്ടപ്പെട്ടിരുന്നവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ സൗണ്ടിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് വരുന്ന സൗണ്ട് എന്ന് പറയുന്നത് സൂപ്പറാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ് ഈ ഹണ്ടറിൻ്റെ സൗണ്ട്. നമ്മൾ ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ ഹണ്ടർ അടുത്തോടെ പോകുമ്പോൾ എന്താ ഒരു സുഖം എന്നറിയും ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ. അപ്പോൾ ആ സെയിം എക്സോസ്റ്റും ആ സെയിം എക്സോസ്റ്റ് നോട്ടാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് എക്സോസ്റ്റ് നോട്ടിൽ മാറ്റം വരുത്തിയിട്ടൊന്ന് നോക്കാം. പിന്നെ സൈഡ് കവറിലേക്ക് വരുമ്പോൾ പ്രീവിയസ് മോഡലിൽ ഉണ്ടായിരുന്ന പോലെയുള്ള സൈഡ് കവറും ഹണ്ടർ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലണ്ടൻ റെഡ് എന്ന് പറഞ്ഞൊരു കളറാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്നാലും വളരെ സ്പെഷ്യലായിട്ടുള്ള നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ്. പിന്നെ ഷാസിയിലൊന്നും റോയൽ എൻഫീൽഡ് അധികം മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടില്ല. നമുക്കറിയാം ക്ലാസിക് 350-ലും ബുള്ളറ്റ് 350-ലും ഉണ്ടാകുന്ന ഷാസിയിൽ നിന്നും കുറച്ച് വീൽ ബേസ് കുറച്ചൊരു മോഡിഫൈഡ് വേർഷനാണ് ഈ ഷാസി എന്നുള്ളത് അറിയാം. അപ്പോൾ അതിലൊന്നും റോയൽ എൻഫീൽഡ് കൈവച്ചിട്ടില്ല. ഇനി നമുക്ക് ഇവൻ്റെ സീറ്റിൻ്റെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് മോഡലിൽ ഉണ്ടായിരുന്ന ആ സെയിം ഷേപ്പുള്ള സീറ്റ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. തൊട്ട് നോക്കാം. അത്യാവശ്യം ഫോമി ആയിട്ടുള്ള സീറ്റുകൾ തന്നെയാണ് കേട്ടോ. നമുക്ക് നല്ല കംഫർട്ട് തരുന്ന സീറ്റുകൾ തന്നെയാണ്. കുറച്ച് ഷോർട്ടായിട്ടുള്ളതാണ്, രണ്ടാൾക്ക് നല്ല രീതിയിൽ ഇരിക്കാം. പിന്നെ ഇവിടെ ആയിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ് ഒക്കെ ഹീറ്റ് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അത് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ 100ന്റെ ഗ്രാബ് റെയിലിൻ്റെ കാര്യം, ഒരു വെറൈറ്റി ഗ്രാബ് റെയിലായിരുന്നു കേട്ടോ. പണ്ട് ഈ സ്പോർട്സ് ബൈക്കുകളിൽ നമ്മുടെ NS200 ഒക്കെ ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഗ്രാബ് റെയിലൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയത്. അപ്പോൾ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഗ്രാബ് റെയിലാണ്, അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചിരിക്കാവുന്ന ഗ്രാബ് റെയിൽ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 100ന്റെ സീറ്റുകളിലേക്ക് കയറിയിരിക്കാം കേട്ടോ. സീറ്റുകളിലേക്ക് കയറിയിരിക്കുമ്പോൾ അതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 790 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുപോലെ 160 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് 181 കിലോയാണ്. റോയൽ എൻഫീൽഡിൻ്റെ ഒരു ചെറിയ വാഹനമാണെന്ന് പറഞ്ഞാൽ പോലും 181 കിലോ ഉള്ള ഒരു വാഹനം തന്നെയാണിത്. അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെയാണ്. പിന്നെ ഇവൻ്റെ ഫുഡ് പ്ലഗിലേക്ക് കാല് കയറ്റി വെച്ചിരുന്നത് ഞാണ്ടല്ലോ, ഒരു അപ്രൈറ്റ് പോസ്റ്റർ എന്ന് തന്നെ പറയാം. നല്ല കംഫർട്ടോട് കൂടി ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകാവുന്ന ഒരു അപ്രൈറ്റ് പോസ്റ്റർ തന്നെയാണ് 100ൽ പ്രീവിയസ് മോഡലുണ്ടായിരുന്നത്. ഇപ്പോഴും അത് തന്നെ റോയൽ എൻഫീൽഡ് നിലനിർത്തിയിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് നമ്മുടെ 100ന്റെ എക്സോസ്റ്റ് നോട്ട് മാറിയിട്ടുണ്ടോ നോക്കിയാലോ. എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മൈക്കൊന്ന് ഒരു എക്സോസ്റ്റിലൊന്ന് പിടിപ്പിക്കട്ടെ. എന്തായാലും നമുക്ക് നമ്മുടെ 100ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഉള്ളതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സൈഡ് സ്റ്റാൻഡ് തട്ടണം. ഇഗ്നിഷൻ ഓണാക്കി അപ്പോൾ റോയൽ എൻഫീൽഡ് 100ന്റെ സൗണ്ട് മാറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ എന്തായാലും എക്സോസ്റ്റ് നോട്ട് കേട്ടിട്ട് മാറിയിട്ടുണ്ടോ എന്ന് പറയട്ടോ. ഇനി നമുക്ക് 100ന്റെ റിയർ ഡിസൈനിലേക്ക് പോയി കഴിഞ്ഞാൽ റിയർ ഡിസൈനിലൊന്നും അധികം മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. പക്ഷേ ഈ ടെയിൽ ലാമ്പ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ RD315 അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ആ ക്ലാസിക് രീതിയിലുള്ള ടെയിൽ ലാമ്പ് തന്നെയാണ്. പ്രീവിയസ് മോഡലും അത് തന്നെയാണ് കൊടുത്തിരുന്നത്. ഞാനത് എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെയായിട്ട് ലൈസൻസ് പ്ലേറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടിരുന്നു. പിന്നെ ഈ ഫെൻഡറിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടപ്പെട്ട ഡിസൈനാണ്. നമ്മുടെ ഈ അടുത്ത് വന്നിരുന്ന പല മോഡലുകളിലും ഇതേ രീതിയിലുള്ള ഫെൻഡറുകളൊക്കെ അഡോപ്റ്റ് ചെയ്തതായിട്ട് നമ്മൾക്ക് കണ്ടിരുന്നു. നമ്മുടെ മുമ്പുള്ള റിവ്യൂ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാണാം, ഒരു പുതിയ വാഹനത്തിൽ പോലും ഇതുപോലെയുള്ളൊരു ഫെൻഡർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഡിസൈൻ എലമെൻറ്റ് പലരും എടുക്കുന്നു ഉള്ളത് നല്ല കാര്യം തന്നെയാണ്. ഇനി 100ന്റെ ലെഫ്റ്റ് സൈഡ് വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകളുടെ സാരി ഉടക്കാതിരിക്കാനുള്ള ഒരു സാരി കാർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും നമ്മുടെ ലീഗലി മാൻഡാഡിക്ടറി ആയിട്ടുള്ള കാര്യമാണ്. അത് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെയിൻ സെറ്റപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ചെയിൻ സെറ്റപ്പ് തന്നെയാണ് 100ൽ ഇക്കുറിയും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ടൊരു ഫൈബറിൻ്റെ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചെയിൻ സെറ്റപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ലൂബ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മൈലേജൊക്കെ ഈ ചെയിനിൽ നിന്ന് കിട്ടും. അതായത് കൂടുതൽ കിലോമീറ്ററൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ റോയൽ എൻഫീൽഡ് ഈ വാഹനത്തിൻ്റെ ക്ലച്ച് സൈഡിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ടോ. എന്താണെന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡ് ഒരു സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രീവിയസ് മോഡൽ നോർമൽ ക്ലച്ച് ആയിരുന്നു, പക്ഷേ ഇതിലൊരു സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നല്ല സ്പീഡിൽ വന്നിട്ട് അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് കഴിഞ്ഞാൽ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഇല്ലെങ്കിൽ റിയൽ വീല് ലോക്ക് ആവുകയും വണ്ടി വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉള്ളതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ വീല് ലോക്ക് ആവില്ല. എത്ര അഗ്രസീവായിട്ട് നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്താലും വീല് ലോക്ക് ആവില്ല. അപ്പോൾ അതൊരു ഉപകാരം തന്നെയാണ്. നമ്മൾ കോർണറിൽ പോലും അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിയിൽ ഒരു വ്യത്യാസം വരില്ല കേട്ടോ. അതാണ് ഈ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. അപ്പോൾ റോയൽ എൻഫീൽഡ് ഈ വാഹനത്തിൽ ഒരു സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്നും ജന്മത്തിൽ വിചാരിക്കാത്തൊരു ടെക്നോളജികളാണ് റോയൽ എൻഫീൽഡ് ഇപ്പോൾ വാഹനങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചോ ABS ഡിസ്ക് ബ്രേക്കുകളോ അതൊന്നും നമ്മൾ റോയൽ എൻഫീൽഡിൽ നിന്നും പ്രതീക്ഷിക്കാത്തതാണ്. പക്ഷേ കാലങ്ങൾ കടന്നോറും അവർ ആ ക്ലാസിക് സ്റ്റൈൽ നിലനിർത്തിയിട്ട് കൂടുതൽ ടെക്നോളജിയിൽ ഉൾപ്പെടുത്തി വാഹനത്തിൻ്റെ സുരക്ഷയും കംഫർട്ടൊക്കെ അവരിങ്ങനെ ഉയർത്തിക്കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു റോയൽ എൻഫീൽഡ് ഫാൻ ബോയ് ആയതുകൊണ്ട് പറയുകയല്ല, റോയൽ എൻഫീൽഡിൽ നിന്ന് ഇങ്ങനെ ഒരു മാറ്റങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനല്ല, ഇതുവരെ റോയൽ എൻഫീൽഡ് പ്രേമികളായ ഒരാളും പ്രതീക്ഷിക്കാത്ത കാര്യത്തിലുള്ള കാര്യങ്ങളാണ് റോയൽ എൻഫീൽഡ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഏറ്റവും പുതിയ 100ന്റെ ഹാൻഡിൽ യൂണിറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രീവിയസ് മോഡലിൽ കൊടുത്തിരുന്ന വൈഡർ ഹാൻഡിൽസ് തന്നെയാണ് ഇക്കുറിയും 100ൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഹാൻഡിൽ അറ്റത്തായിട്ട് എൻഡ് വെയിറ്റുകളൊക്കെ റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രീവിയസ് മോഡലിലും കൊടുത്തിരുന്നതാണ്. പിന്നെ 100ന്റെ പ്രീവിയസ് മോഡലുകളിൽ ഉണ്ടായിരുന്ന ആ സെയിം സ്വിച്ച് ഗിയറുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമുക്കൊക്കെ ഒരു പരിചിതമായ സ്വിച്ച് ഗിയറുകൾ തന്നെയാണ്. റോയൽ എൻഫീൽഡിൻ്റെ മിക്ക വാഹനങ്ങളിലും ഈ സ്വിച്ച് ഗിയറുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴും ആ സെയിം സ്വിച്ച് ഗിയറുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ റോയൽ എൻഫീൽഡ് ഇതിലൊരു മറ്റൊരു കാര്യം കൊടുത്തിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ Type-C ചാർജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് മോഡൽ Type-A ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കാം.
ഇതാ ഈ കാണുന്നത് ഒരു ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ പോർട്ടാണ് കേട്ടോ. അത് നമുക്ക് വെള്ളമൊന്നും കയറാണ്ട് സൂക്ഷിച്ച് അടച്ചു വയ്ക്കാവുന്ന രീതിയിൽ തന്നെയാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റോയൽ എൻഫീൽഡ് ഇതിലൊരു മാറ്റം കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് മോഡലിൽ ഉണ്ടായിരുന്ന ആ ഡിജിറ്റൽ അനലോഗ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ അത് ഈ വശങ്ങളിലേക്ക് നോക്കിയേ, ഈ ട്രിപ്പർ പോഡ് ഈ 100ലേക്ക് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രിപ്പർ പോഡ് വന്നിട്ടുണ്ട്, ഒരു പുതിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ട്രിപ്പർ പോഡൊക്കെ റോയൽ എൻഫീൽഡിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി പ്രീമിയം ആവുകയാണ് നമ്മുടെ ഈ 100 എന്ന് പറയുന്ന വാഹനം. അങ്ങനെ 2025 മോഡൽ ഹണ്ടറിനെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഓടിക്കുന്ന ഒരു ബണ്ട് റോട്ടിലാണ്. അത്യാവശ്യം ഗ്രാവലും കുഴികളും ചെറിയ ചെറിയ തടിപ്പുകളും ചാട്ടങ്ങളൊക്കെ വഴിയാണ്. നമ്മൾ പ്രീവിയസ് മോഡൽ 100 കൂടെ ഓടിച്ചിരുന്നെങ്കിൽ നമ്മുടെ നടുവിന് നല്ല പണി കിട്ടിയാണ്. പക്ഷേ ഈ മോഡലിലെ സസ്പെൻഷൻ എന്ന് പറയുന്നത് കംഫർട്ട് എൻഹാൻസ്ഡ് ആയിട്ടുള്ള നല്ല ഫൈൻ ട്യൂൺഡ് സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നടുവേദന ഒന്നും തന്നെ ഇതിൽ അനുഭവപ്പെടുന്നില്ല. പിന്നെ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ കാര്യം ഈ ബണ്ട് റോട്ടിൽ പറയാവുന്ന നല്ല സ്ഥലം തന്നെയാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് മഡ് റോട്ടിൽ ഇവൻ്റെ സസ്പെൻഷൻ എങ്ങനെയുണ്ട് നമുക്ക് ഇവിടുത്തെ റൈഡ് കൊണ്ട് തന്നെ മനസ്സിലായി. ഇനി ടാറിട്ട റോഡുകളിൽ എങ്ങനെയാണ് ഇവൻ്റെ സസ്പെൻഷൻ നമുക്ക് റോഡിലേക്ക് കയറിയിട്ട് പറയാം കേട്ടോ. ഇതാ നോക്കിക്കോട്ടെ, നമ്മുടെ മുമ്പിൽ ഒരു കൽവർട്ട് വരാം കേട്ടോ. ആ കൽവർട്ട് പോലും നല്ല സ്പീഡിൽ നമുക്ക് കയറി പോകാൻ പറ്റുന്നുണ്ട്. പ്രീവിയസ് മോഡലിൽ അത് പറ്റിയിരുന്നില്ല, നല്ല അടി കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു കുഴിയിലേക്കും നല്ല ഡെപ്തിലേക്കും ഞാനിപ്പോൾ ചാടിക്കാം കേട്ടോ. ഇവിടെ ഒരു ഡെപ്ത് ഉണ്ടായിരുന്നല്ലോ. യെസ്, ദേ ഇവിടെ ചാടിക്കാം കേട്ടോ. സൈഡിൽ വഴിയുണ്ട്, പക്ഷേ നമുക്ക് അധികം സസ്പെൻഷനിൽ നിന്നും ബാക്കിലേക്ക് അടി കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല ഫൈൻ ട്യൂൺഡ് സസ്പെൻഷൻ തന്നെയാണ് ഇക്കുറി 100ൽ കൊടുത്തിരിക്കുന്നത് പറയാം. പിന്നെ ഇവൻ്റെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഗ്രാവലർ റോട്ടിൽ പോലും നല്ല രീതിയിൽ അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ടും റിയൽ വീല് ലോക്ക് ആവുകയോ അല്ലെങ്കിൽ സ്കിഡ് ആവുകയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ 100ൽ കൊണ്ടുവന്ന സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും പിന്നെ ഫൈൻ ട്യൂൺഡ് സസ്പെൻഷനൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കംഫർട്ട് തരുന്നുണ്ട്. പിന്നെ ഈ 100ൻ്റെ ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ഡ്യുവൽ ചാനൽ ABS റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഗ്രാവലിൻ്റെ റോട്ടിൽ നല്ല രീതിയിൽ റിവ്യൂവിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് അക്രമം കാണിച്ച് ഓടിച്ചിരുന്നു. അങ്ങനെ ഓടിച്ചിട്ട് ബ്രേക്ക് ചെയ്തപ്പോഴും നല്ല ബൈറ്റുള്ള ബ്രേക്കിംഗ് ആണ് ഇതിന് കിട്ടുന്നത്. ഒരു തരി സ്കിഡിങ് എന്നുള്ള പരിപാടിയെ ഈ 100ൽ നിന്ന് ലഭിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ബ്രേക്കിംഗ് നല്ല ബ്രേക്കിംഗ് തന്നെയാണ് ഈ 100ൻ്റേത്. അപ്പോൾ ഇനി നമുക്ക് മെയിൻ റോഡിലേക്ക് കിടക്കാം കേട്ടോ. ഇതിപ്പോൾ പുഴയ്ക്കൽ റോഡാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് സസ്പെൻഷൻ കൂടി ടെസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ റോഡിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ. അപ്പോൾ പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ സസ്പെൻഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നൊരു പറ്റിയ സ്ഥലം കൂടിയാണ്. നമുക്കതിൽ മെയിൻ റോഡിലേക്ക് കിടക്കാം. പിന്നെ ഇവൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ത്രോട്ടിൽ റെസ്പോൺസൊക്കെ ഇവൻ്റെ ഭാഗത്തു നിന്നുണ്ട് കേട്ടോ. റോയൽ എൻഫീൽഡിൻ്റെ വിശ്വസ്ത കാരണം ഏറ്റവും പുതിയ J സീരീസ് എഞ്ചിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് ഇവനിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇവൻ്റെ പവർ ഫിഗറൊക്കെ ഞാൻ പറഞ്ഞല്ലോ, 20 bhp പവറും 27 Nm ടോർക്ക് വന്നിട്ട്. ഈ 27 Nm ടോർക്ക് എന്ന് പറയുമ്പോൾ നല്ല ടോർക്ക് തന്നെയാണ്. പിന്നെ ഇവൻ്റെ ലോവൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് 4000 RPM-ലാണ് 27 Nm ടോർക്ക് ലഭിക്കുന്നത്. അതായത് തീരെ ചെറിയ RPM-ലാണ് 27 Nm ടോർക്ക് എന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് നല്ല ലോവൻ്റെ ടോർക്ക് തന്നെയാണ്. അപ്പോൾ ഈ വാഹനത്തെ നമ്മൾ സ്ഥിരം റോയൽ എൻഫീൽഡിൻ്റെ 350cc എഞ്ചിനിൽ പറയാനുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ വാഹനത്തിൻ്റെ 5th ഗിയറിൽ നമുക്ക് വേണമെങ്കിൽ 40 km ഓടിക്കാം, 80 km ഓടിക്കാം, 100 km ഓടിക്കാം. അതിന് മുകളിലും കയറുന്നുണ്ട് കേട്ടോ. അതേ കുറച്ച് നമുക്ക് ഓപ്പൺ റോഡ് കിട്ടിയിരിക്കുകയാണെന്ന് കയറ്റി വെക്കാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമ്മുടെ വണ്ടി കയറി പോകുന്നുണ്ട് കേട്ടോ. 100 നല്ല രീതിയിൽ തന്നെ കയറുന്നുണ്ട്. ഇത്രയും സ്പീഡ് എടുത്തിട്ട് പോലും 100ൻ്റെ മിററിലേക്ക് നോക്കി ഒരു വൈബ്രേഷൻ ഇല്ല കേട്ടോ. ഈ 100ൽ കഴിഞ്ഞ മോഡലിൽ കുറച്ച് വൈബ്രേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ മോഡലിലേക്ക് വന്നപ്പോൾ വൈബ്രേഷൻ ഒന്നുകൂടി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വിക്കായിട്ട് ഈ വാഹനത്തെ ടേൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലാസിക് 350ൽ നിന്നും 20 mm ഇവൻ്റെ വീൽ ബേസ് കുറച്ചുകൊണ്ട് തന്നെ ഷോർട്ടർ വീൽ ബേസ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിത് 0 സ്റ്റാർട്ട് ചെയ്യാനുണ്ടോ നല്ല രീതിയിൽ തന്നെ ക്വിക്കായിട്ട് വാഹനം കയറുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് വന്ന പിന്നെ ക്ലച്ച് ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല രീതിയിൽ ക്വിക്കായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനും അപ്പ് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഏറ്റവും പുതിയ ഹണ്ടർ വന്നു കഴിഞ്ഞപ്പോഴേ ഈ ട്രിപ്പർ പോഡ് കൊടുത്ത് ഇത്തിരി കൂടി നന്നായി തോന്നിയിട്ടു. പഴയ ഹണ്ടറിൽ ട്രിപ്പർ പോഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 10x10 നാവിഗേഷൻ ഈ ട്രിപ്പർ പോഡ് വഴി സാധിക്കുന്നുള്ളത് തന്നെ നമുക്ക് ട്രാഫിക്കിലോ അല്ലെങ്കിൽ നമുക്കറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നാവിഗേറ്റ് ചെയ്യാമെന്നുള്ളൊരു ഗുണം എനിക്ക് ഇതിൽ തോന്നിയിട്ടു. അത് നല്ല കാര്യമായിട്ടുണ്ട്. പിന്നെ ഈ ഹണ്ടറിലെ ടയറിൻ്റെ കാര്യം എടുത്ത് പറയണമെന്ന് തോന്നിട്ടോ. ഫ്രണ്ടിൽ 110ൻ്റെയും ബാക്കിൽ 150 സെക്ഷൻ്റെ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. എത്രയും ബൾക്കിയായ ടയർ കൊണ്ട് തന്നെ ഈ റോഡിൽ നല്ല ഗ്രിപ്പ് ഈ ഹണ്ടറിന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇവൻ്റെ ടേണിങ് റേഡിയസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ടേണിങ് റേഡിയസിൻ്റെ ഫിഗർ എനിക്ക് എത്രയാണെന്ന് അറിയില്ല, പക്ഷേ ഈ ചെറിയ വീതി കുറഞ്ഞ റോഡിൽ ഞാനൊന്ന് ടേൺ ചെയ്ത് കാണിക്കാം. ഇതാ ഇവിടെ തന്നെ ആയിക്കോട്ടെ. ഓപ്പോസിറ്റ് വണ്ടി എടുക്കേണ്ടപ്പോൾ റോഡിൻ്റെ പുറത്തേക്ക് കിടക്കണ്ടല്ലോ. ഇതാ ഇതുപോലെ സിമ്പിളായിട്ട് ഇവനെ ടേൺ ചെയ്തെടുത്തിട്ട് പോവാം. ഇപ്പോൾ തേർഡ് ഗിയറിലാണ്ടോ, ആ തേർഡ് ഗിയറിൽ ടേൺ ചെയ്തു, വണ്ടി തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആക്സലേഷൻ കൊടുത്തു, സിമ്പിളായിട്ട് വണ്ടി കയറി പോകണം. അപ്പോൾ ഇത്രയുള്ള 100ൻ്റെ കാര്യം. ഇപ്പോൾ 5th ഗിയറിലാണെങ്കിൽ പോലും നമുക്കൊരു 40 കിലോമീറ്ററിൽ പോയി കഴിഞ്ഞിട്ട് ആക്സലേഷൻ കൊടുക്കുകയാണെങ്കിൽ വണ്ടി സിമ്പിളായിട്ട് കയറി പോകും. നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ഒന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല കേട്ടോ. അത്രയ്ക്കും ടോർക്കി ആയിട്ടുള്ള എഞ്ചിനാണ് റോയൽ എൻഫീൽഡിൻ്റെ 350cc JA സീരീസ് എഞ്ചിൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഹണ്ടറിനെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇവൻ്റെ ഫ്യൂവൽ എക്കോണമി എന്ന് പറയുന്നത്. എങ്ങനെ പോയാലും ഒരു 35 to 45 എക്കോണമി കിട്ടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. 35 നമ്മൾ റഷായി ഓടിച്ചാലാണ്. നമ്മൾ എക്കോണമി ഇതിലൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 45 ഒക്കെ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മുടെ പഴയ വീഡിയോയിൽ ഒരാളൊന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് 45 കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു. പിന്നെ ഇവൻ്റെ ഹീറ്റിംഗ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയർ കൂൾഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ, ഒരു 350cc എയർ കൂൾഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഒക്കെ ഈ റോയൽ എൻഫീൽഡിൻ്റെ ഈ 350cc എഞ്ചിനിലുണ്ട് കേട്ടോ. അപ്പോൾ ഹീറ്റിംഗ് ഇല്ല എന്നൊന്നും പറയാനില്ല. ഇനി നമുക്ക് പൊട്ടിപ്പൊളിഞ്ഞിറങ്ങുന്ന ടാറിങ് റൂട്ടിൽ എങ്ങനെയുണ്ട് ഇവൻ്റെ സസ്പെൻഷൻ നോക്കാം കേട്ടോ. ഇവിടെ ഒരു ചാട്ടുണ്ട് കേട്ടോ, നല്ല ചടിയാണ്. അധികം അടിയില്ലാണ്ട് തന്നെ നമുക്ക് ഈ വാഹനത്തിലിരിക്കാൻ പറ്റിയിട്ടോ. പഴയ മോഡലായിരുന്നെങ്കിൽ ഒരു അടി കിട്ടിയാനേ. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും നല്ല ഫീഡ്ബാക്കാണ് കേട്ടോ നമുക്ക് ഈ സസ്പെൻഷനിൽ നിന്ന് കിട്ടുന്നത്. നല്ല സോഫ്റ്റ് അല്ല, നല്ല കംഫർട്ടുള്ള സസ്പെൻഷൻ എന്ന് തന്നെ പറയാം കേട്ടോ. നമുക്ക് ലോങ് റൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാവുന്ന സസ്പെൻഷൻ തന്നെയാണ് കേട്ടോ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ പോലും ഈ 100ൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ വാക്കറൗണ്ടിൽ പറഞ്ഞതാണ്, ഇവെല്ലാം കൊടുത്തിരിക്കുന്ന Type C ഫാസ്റ്റ് ചാർജിങ് ഉണ്ടല്ലോ. ഇതിനു മുമ്പ് Type A ആയിരുന്നു, അത് നോർമൽ 5 ആംപിയർ ആയിരുന്നു. ഇപ്രാവശ്യം എത്ര വാട്ട്സിൻ്റെ ആണെന്നറിയില്ല, നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് റോയൽ എൻഫീൽഡ് ഈ 100ൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ട്രാവലിങ്ങിൽ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ ഉപകാരപ്പെടുന്നതായിരിക്കും. അത് ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടേ, നമുക്ക് സസ്പെൻഷൻ്റെ കാര്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സസ്പെൻഷൻ്റെ കാര്യം ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കൈ കൊടുത്തൊന്ന് കയറി നോക്കാം. പിന്നെ ഇവനിക്ക് ഇവരിൽ ത്രസിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവൻ്റെ എക്സോസ്റ്റ് നോട്ട്. ആ ചെറിയ പുട്ടുകുറ്റി പോലത്തെ ആ സൈലൻസറിൽ നിന്ന് വരുന്ന സൗണ്ട് എന്ന് പറയുന്നതല്ല, നമ്മളെങ്ങോട്ട് ആവേശഭരിതനാക്കുന്ന ഒരു സൗണ്ടാണ് ഇവന് കിട്ടുന്നത്. എനിക്ക് എന്തായാലും ഈ റോയൽ എൻഫീൽഡ് 100ൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്, ഇവർ ഏത് കൂടെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതാണ് ഇവൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. മറ്റു റോയൽ എൻഫീൽഡ് വാഹനങ്ങളുടെ സൗണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ ഈ 100ൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മളെ ക്യാച്ച് ചെയ്യുന്ന സൗണ്ടാണ് കേട്ടോ. ആ പ്രൈവറ്റ് ബസ്സുകാരൻ ഇവിടെ സ്ഥിരം പരിപാടിയാണ്. ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് അവരുടെ എന്തോ ഒരു ആധിപത്യമാണ് ഈ റോഡുകളിൽ. കഴിഞ്ഞ ദിവസം മലപ്പുറത്താണോ കോഴിക്കോടോ എന്നറിയില്ല, ഒരു വെട്ടുകല്ലായിട്ട്, അതായത് ചെങ്കല്ലായിട്ട് പോയൊരു ടിപ്പറിൻ്റെ പുറകിൽ ഒരു ബസ് ഇടിച്ചിട്ട് ആ ടിപ്പർ മരത്തിൽ പോയി ഒരു പടപടച്ച് മരം വീണു. ആ ഡ്രൈവറും മരിച്ചു. ആ സൈഡ് സീറ്റിലുണ്ടായിരുന്ന വണ്ടിയുടെ ഓണർ എങ്ങനെയൊക്കെയോ സൈഡിൽ കൂടെ ചാടി ഇറങ്ങിയിട്ടാണ്. ആ ഡ്രൈവർ സ്പോട്ടിൽ മരിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ ഈ റഷ് ഡ്രൈവിങ്ങിൻ്റെ വീഡിയോസ് യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ കുറേ ചേട്ടന്മാർ വരും. അവർക്ക് ഈ രണ്ടറ്റം മുട്ടിക്കാനുള്ളതാണ്, അവർക്ക് കഞ്ഞി കുടിക്കണ്ടേ. ഈ റോഡിൽ വണ്ടി ഓടിക്കണ എല്ലാവരും മറ്റേ ടൂറ് പോകാൻ വേണ്ടി വണ്ടി ഓടിക്കണവരല്ല, അവർക്ക് ഈ രണ്ടറ്റം മുട്ടിക്കാൻ തന്നെയാണ് അവർ നടക്കുന്നത്. ഈ ബസ്സുകാർക്ക് മാത്രമല്ല രണ്ടറ്റം മുട്ടിക്കാനുള്ള ബുദ്ധിമുട്ട്. ഈ ബൈക്കിന് പോണവരോ ഈ കാറിന് പോണവരൊക്കെ ജോലി ചെയ്യാൻ പോണവർ തന്നെയാണ്. അവർക്ക് അവരുടെ ജീവന് വിലയുണ്ട്. അത് ഈ ബസ്സുകാർ ആലോചിക്കലാണ് ഒരു കാര്യം. അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മൾ ഈ പ്രസംഗം നടത്തിയൊന്നും കാര്യമില്ല, അവർ നന്നാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടിയുടെ റിവ്യൂയിലേക്ക് തന്നെ വരാം. അപ്പോൾ ഇവൻ്റെ സൗണ്ട് ഒരു ത്രസിപ്പിക്കുന്ന സൗണ്ടാണ് കേട്ടോ, ഒരു പ്രത്യേക സൗണ്ട്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ സ്ലാങ് മാറിയില്ല, നമ്മൾ തൃശ്ശൂരിൻ്റെ കാര്യം പറയുമ്പോൾ സ്ലാങ് മാറും. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് തന്നെ പോവാം. പിന്നെ പറയാനുള്ളത്, നമുക്ക് ഈ 100ൻ്റെ റിവ്യൂവിനായിട്ട് തന്നിരിക്കുന്നത് ഹെറിറ്റേജ് റോയൽ എൻഫീൽഡ് എന്നൊരു ഷോറൂമിൽ നിന്നുണ്ടോ. അത് ഈ പുഴയ്ക്കൽപ്പാടത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവർക്ക് മറ്റ് ഒരുപാട് ഷോറൂമുകളും ഉണ്ട്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഏറ്റവും കൂടുതൽ റോയൽ എൻഫീൽഡ് വാഹനങ്ങൾ വിറ്റ ഒരു അവാർഡ് അവർക്ക് കിട്ടുകയും ചെയ്തിട്ടോ. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും അവരുടെ ഷോറൂം എന്ന് പറയുന്നത്. ഇതാണ് അവരുടെ ഷോറൂം എന്ന് പറയുന്നത്. നമുക്ക് ഏത് വാഹനം വേണമെങ്കിലും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് ഡെലിവറി ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ.
ഏറ്റവും പുതിയ 2025 മോഡൽ 100-350 റോയൽ എൻഫീൽഡ് തന്നെ വിശ്വാസ്യത തെളിയിച്ച ഒരു മോഡലാണ് 100-350 എന്ന് പറയുന്നത്. റോയൽ എൻഫീൽഡിൽ നിന്ന് ഇങ്ങനെ ഒരു മോഡൽ വരുന്ന ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ 100നെ ലോഞ്ച് ചെയ്യുന്നവരെ. ഇപ്പോൾ 100ന്റെ 2025 മോഡൽ വന്നു. അതിൽ ഒരുപാട് കംഫർട്ട് ലെവൽ കൂട്ടാൻ റോയൽ എൻഫീൽഡ് കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു. അതായത് സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റ് സൈഡ് ആക്കി, അതുപോലെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് കൊണ്ടുവന്നു, അതുപോലെ LED ഹെഡ് ലാംപ്സ് കൊണ്ടുവന്നു, ട്രിപ്പർ പോർട്സ് കൊണ്ടുവന്നു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ റോയൽ എൻഫീൽഡ് ഈ രണ്ടാം വരവിൽ 100ൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ സസ്പെൻഷൻ മാറ്റിയപ്പോൾ തന്നെ 100ൽ ഉണ്ടായിരുന്ന ആ കല്ലുകടി മാറി എന്ന് പറയാം കേട്ടോ. ഈ ലോക്കൽ റോഡുകളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് നടുവിന് നല്ല അടി കിട്ടുന്ന സസ്പെൻഷനായിരുന്നു ആദ്യത്തെ 100ൽ ഉണ്ടായിരുന്നത്. അത് മാറ്റിയപ്പോൾ തന്നെ ആ കല്ലുകടി മാറി കിട്ടി. പിന്നെ സ്ലിപ്പർ ക്ലച്ച് കൊണ്ടുവന്നപ്പോൾ തന്നെ ആ അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ് ഒക്കെ നമുക്ക് കൂടി സേഫർ ആക്കാൻ പറ്റി. അപ്പോൾ റോയൽ എൻഫീൽഡ് കൂടുതൽ അപ്ഗ്രേഡ് ചെയ്ത് വരികയാണ് എല്ലാ മോഡലുകളും. ഞാനൊക്കെ പണ്ട് റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങളിൽ ഡിസ്ക് ബ്രേക്ക് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ഇങ്ങനെ അത്യാധുനിക സംവിധാനങ്ങളൊന്നും റോയൽ എൻഫീൽഡ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഈ ക്ലാസിക് ശൈലി നിലനിർത്തിയിട്ട് റോയൽ എൻഫീൽഡ് എല്ലാ വാഹനങ്ങളിലും അത്യാധുനിക ടെക്നോളജിയിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് ഈ 100ന്റെ വിലയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 1,49,000 രൂപ മുതൽ 1,81,000 രൂപയാണ് 100 എന്ന വാഹനത്തിന് വില വരുന്നത്. അത് എക്സ്ഷോറൂം വിലയാണ്. ഈ 2025 മോഡൽ 100നെ കൊണ്ടുവന്നപ്പോൾ 6 കളർ ഓപ്ഷനുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് പറയാം, എനിക്ക് എല്ലാം കൂടി മനസ്സിൽ നിൽക്കില്ല. അപ്പോൾ 3 കളറുകളെയാണ് പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതിലൊരു മോഡലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്, ലണ്ടൻ റെഡ് എന്ന് പറയുന്ന മോഡൽ. ഇനി ഒരു ടോക്കിയോ ബ്ലാക്ക് എന്നൊരു മോഡലും ഒരു റിയോ വൈറ്റ് എന്നൊരു മോഡലും പുതിയ കളറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പഴയ കളറുകളായ റേബൽ ബ്ലൂ, ഡാംബർ ഗ്രേ, ഫാക്ടറി ബ്ലാക്ക് എന്ന 3 കളറുകളെയും നിലനിർത്തിയിട്ടുണ്ട്. മറ്റ് കളറുകളെല്ലാം ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 6 കളറുകളായിട്ട് 1,49,000 രൂപ മുതൽ 1,81,000 രൂപ വരെയാണ് ഈ 100 എന്ന വാഹനത്തിന് എക്സ്ഷോറൂം റേറ്റ് ആയിട്ട് വരുന്നത്. ഈ 100നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനം തന്നെയാണ് ഈ 100 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ യുവാക്കളുടെ കയ്യിലെല്ലാം ഈ 100 ആണ്, എവിടെ നോക്കിയാലും 100 ആണ്. 100നെ പെട്ടെന്ന് തിരിച്ചറിയാമെന്ന് വെച്ചാൽ ഇവൻ്റെ എക്സോസ് നോട്ട് തന്നെയാണ്. ഭയങ്കര തമ്പുള്ളൊരു വെറൈറ്റി എക്സോസ് നോട്ടാണ് ഈ 100ൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ 2025 മോഡൽ 100ന്റെ റിവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പഴയ 100 ആണോ ഇപ്പോഴത്തെ 100 ആണോ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം. ബൈ.